നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണം. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. KSRTCയുടെ പ്രിയദർശിനി സർവീസുകൾ സ്വകാര്യ ബസ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരോപിച്ചാണ് പണിമുടക്ക്. മധ്യവയസ്കന്റെ തലയടിച്ചു പൊട്ടിച്ചു. സംഭവത്തിൽ യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശി മുഹമ്മദാണ് പിടിയിലായത്. ആലപ്പാട് സ്വദേശി കൃഷ്ണകുമാറാണ് ആക്രമിക്കപ്പെട്ടത്. ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചത് നിർത്തിവെച്ചു. കായംകുളത്താണ് ജോലികൾ നിർത്തിവെച്ചത്. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. KSRTCയുടെ പ്രിയദർശിനി സർവീസുകൾ സ്വകാര്യ ബസ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരോപിച്ചായിരുന്നു പണിമുടക്ക്. കരുനാഗപ്പള്ളി മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. 4 ജില്ലകളിലായിരുന്നു ബസ്സുകൾ പണിമുടക്കിയത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 4 ജില്ലകളിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലായിരുന്നു പണിമുടക്ക്. KSRTCയുടെ സ്ത്രീ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരോപിച്ചാണ് യാത്രാ സൗജന്യത്തിൽ സ്വകാര്യ ബസ്സുകളെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കുകയോ വേണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി ബസ് ഉടമകളും ജീവനക്കാരും മാർച്ചും ധർണയും നടത്തി. കരുനാഗപ്പള്ളി മേഖലയിലും സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണമായിരുന്നു. മിക്കയിടങ്ങളിലും രൂക്ഷമായ യാത്രാ പ്രതിസന്ധിയാണ് സ്വകാര്യ ബസ് പണിമുടക്ക് മൂലം അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചത് നിർത്തിവെച്ചു. കായംകുളം ഷഹീദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഉയരുന്നതിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത്. ഇതേ തുടർന്ന് നിർമ്മാണത്തിന് ഉപയോഗിച്ച സാമഗ്രികൾ നീക്കം ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുന്ന ട്രെയിലർ വേണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ ദേശീയപാത 66 കായംകുളം ഷഹീദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമായിരുന്നു. ഇതേ തുടർന്ന് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ദ്രുതഗതിയിൽ നിർമ്മാണം പുനരാരംഭിക്കാൻ വിശ്വസമുദ്ര ഗ്രൂപ്പ് തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള സംഘം നിർമ്മാണ സ്ഥലത്തേക്കെത്തി. ഉയരപ്പാത യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികൾ പൂർണ്ണമായും നീക്കം ചെയ്തു. ഉയരപ്പാത യാഥാർത്ഥ്യമാക്കാൻ നഗരസഭ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ചെയർപേഴ്സൺ ശരത്ലാൽ ബെല്ലാരി പറഞ്ഞു. എലിവേറ്റർ ഡ്രൈവ് കൊണ്ടുവരണമെന്ന് ഉള്ളത്. അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ഭരണം കയറിയിട്ട് പോലും ഫസ്റ്റ് അജണ്ട എലിവേറ്റർ ഡ്രൈവിക്ക് വേണ്ടി ഞങ്ങൾ വെച്ചത്. ഇപ്പം വീണ്ടും ഇവിടെ പണി തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ പണി നിർത്തി വെക്കണം. കാരണം നമ്മൾ ഈ കാര്യത്തെപ്പറ്റി മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ മിനിസ്റ്ററും MP എല്ലാം കൂടെ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോഴും നമ്മൾ വിശ്വസമുദ്രയെ വിളിച്ച് പറഞ്ഞപ്പോഴും അവർ പറയുന്നു പണി നിർത്തി വെക്കാൻ പറ്റത്തില്ലെന്നാണ് അവരുടെ ഇതിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സമരമായിട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഈ മണ്ണ് കൊണ്ട് ഇവിടെ ഇറക്കിയിട്ട് പോലും ഈ ഊറ്റിൽ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള വീടുകളിലെല്ലാം ഉപ്പുവെള്ളം കുടിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലകളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാകും, വലയും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ പണി ഇവിടെ വെച്ച് നിർത്തി വെക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മിനിസ്റ്ററുമായിട്ട് ആലോചിച്ചതിന് ശേഷം പറയാം. CS ഭാഷ, ഹസൻ കോയ, ബിജു നസറുള്ള, വള്ളിയിൽ റസാഖ്, അസീം നാസർ, കാവിൽ നിസാം, സോളമൻ റൊസാരിയോ, കരിവിൽ നിസാർ, പ്രമീള ബാബുരാജ്, അനിത മുട്ടാണിക്കൽ, മഹാലക്ഷ്മി, സിന്ധു, അഡ്വക്കേറ്റ് H ബഷീർകുട്ടി, ഷുക്കൂർ വജിച്ചേരിൽ, അഫ്സൽ പ്രാമൂട്ടിൽ, ഹാഷിം സേട്ട, സജീദ് ഷാജഹാൻ, ആസിഫ് സലക്ഷൻ, അമീൻ ഉവൈസ്, ഹാരിസ് കണ്ണമ്പള്ളി, ആദർശ് മഠത്തിൽ, ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കാൻ നേതൃത്വം നൽകിയത്. ഈ ഹൈവേയുടെ പണി ഇവിടെ നടക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ വീണ്ടും പണി ആരംഭിച്ചിരിക്കുന്നു.
ഞങ്ങൾ ഈ വിവരം ബന്ധപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. ആ നേതാക്കന്മാർ അതിൽ ശക്തമായി ഇടപെടും. ഞങ്ങൾ പണി തടസ്സപ്പെടുത്തി അട്ടിമറിക്കാനോ ഇവിടെ ഇത് ഇല്ലാതാക്കാനോ ഒന്നുമുള്ള ശ്രമമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അവർക്ക് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പുതിയ ജനപ്രതിനിധികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിപ്പ് വളരെ പെട്ടെന്ന് അതിന് മറുപടി ലഭിക്കും. അതുവരെ ഇതിൻ്റെ ഈ പ്രദേശത്തുള്ള പണി നിർത്തിവെക്കണം എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കായംകുളം. മധ്യവയസ്കന്റെ തലയടിച്ചു പൊട്ടിച്ച യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശി മുഹമ്മദാണ് പിടിയിലായത്. ആലപ്പാട് സ്വദേശി കൃഷ്ണകുമാറാണ് ആക്രമിക്കപ്പെട്ടത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണം. മധ്യവയസ്കന്റെ തലയടിച്ചു പൊട്ടിച്ച കേസിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് ചിന്തിരവിളത്തക്കതിൽ 21-കാരനായ മുഹമ്മദാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ആലപ്പാട് സ്വദേശിയായ കൃഷ്ണകുമാറാണ് ആക്രമിക്കപ്പെട്ടത്. ഇദ്ദേഹം ജോലി ചെയ്യുന്ന ചിമ്മിനി ഹോട്ടലിന് മുൻവശം നിൽക്കവേ യാതൊരു പ്രകോപനവുമില്ലാതെ മുഹമ്മദ് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ വെച്ചാണ് തല അടിച്ചു പൊട്ടിച്ചത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയത്. കരുനാഗപ്പള്ളി SHO SP പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. മോഷണം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മയക്കുമരുന്ന് മാഫിയയുടെ വേരിറക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാനൊപ്പം എന്റെ വിദ്യാലയം സംസ്ഥാനതല പരിപാടി കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നവരെ വിലങ്ങുവെക്കും. ചെറുപ്പക്കാരെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാലയങ്ങളെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൂഫാനൊപ്പം എന്റെ വിദ്യാലയം ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമിതിയും കാത്തലിക് സ്കൂൾ സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം രൂപതയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ സന്ദേശം പൊതുസമൂഹങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വിദ്യാർത്ഥികളുടെ വിളംബര റാലി, ചിത്രരചനാ മത്സരം, ഫ്ലാഷ് മോബ്, കുട്ടികളുടെ ലഹരിവിരുദ്ധ കൂട്ടായ്മ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടത്തി. കൊല്ലം വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിലെ ചെറുപ്പക്കാരെ തകർക്കുന്ന ലഹരിയിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. പ്രത്യേകിച്ചും രാസലഹരിയിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുങ്ങിത്താഴുന്ന ഗുരുതരമായ കാര്യം മനസ്സിലാക്കിയാണ് കേരള സർക്കാർ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നത്. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നവരെ വിലങ്ങുവയ്ക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മനഃപൂർവ്വമായി കൊണ്ടുവന്നെത്തിക്കാൻ ലഹരി മാഫിയ ശ്രമിക്കുകയാണ്. ഞങ്ങള് കേരള പോലീസ് കാസർഗോഡ് ഒരു കമ്പനി എഴുതി, ആ കമ്പനിയുടെ പേര് മെയിൽ വെച്ചിരിക്കുന്ന ക്ലീൻ കമ്പനി എന്നാണ്. അകത്ത് പോലീസ് പരിശോധിച്ചപ്പോഴാണ് കണ്ടത് ലക്ഷക്കണക്കിന് മയക്കുമരുന്ന് മിഠായികൾ അവിടെ നിർമ്മിക്കുകയാണ്. 65 ലക്ഷം രൂപ വില വരുന്ന ഒരു മെഷീനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അവിടെ ഉണ്ടാക്കുന്ന മിഠായിയുടെ പേര് കൂൾ ലിപ്സ് എന്നാണ്. കൂൾ ലിപ്സ് വായിക്കാന്ന് വെച്ചാൽ നല്ല തണുപ്പ് കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ ലഹരി ഉണ്ടാകും. പിന്നീട് ക്രമാനുഗതമായി കുട്ടി
ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ലക്ഷക്കണക്കിന് രൂപയുടെ മിഠായിയാണ് നമ്മൾ പിടിച്ചെടുത്തത്. കേരളം മുഴുവൻ പുതിയ തലമുറയെ ലഹരിയിലേക്ക് ആകർഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഹൈബ്രിഡ് കഞ്ചാവുകൾ, രാസലഹരികൾ കേരളത്തിൽ വ്യാപകമാക്കാനും അത് നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുത്ത് അവരെ ലഹരിയിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ വാരിയർ ബാഡ്ജ് കൊല്ലം രൂപതാധ്യക്ഷൻ പോൾ ആന്റണി മുല്ലശ്ശേരി അണിയിച്ചു. ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ മന്ത്രി ചൊല്ലിക്കൊടുത്തു. അതിനാൽ ഒരു ലഹരി വസ്തുവും ഞാൻ ഉപയോഗിക്കുകയില്ല. എന്റെ സ്വപ്നങ്ങളെ തകർക്കാൻ ലഹരിയെ ഞാൻ അനുവദിക്കുകയില്ല. ലഹരി ഉപയോഗിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ വേണ്ട എന്ന് ഉറച്ചു പറയാൻ എനിക്ക് ധൈര്യമുണ്ടാകും. കേരള കാത്തലിക് ടീച്ചേഴ്സ് പ്രസിഡന്റ് ടോം മാത്യു അധ്യക്ഷത വഹിച്ചു. എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ റൊസാരിയോ ബിജെ ആമുഖ പ്രസംഗം നടത്തി. KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനും കൊല്ലം രൂപതാധ്യക്ഷനുമായ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊല്ലം രൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ബിനു തോമസ് തുപ്പാശ്ശേരി വിഷയാവതരണം നടത്തി. കേരള കാത്തലിക് ടീച്ചേഴ്സ് ജനറൽ സെക്രട്ടറി ബിജുജി, കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ട്രഷറർ റോബിൻ മാത്യു, CSSA രൂപത പ്രസിഡന്റ് ബെർണാഡ്, സെക്രട്ടറി സുമേഷ് ദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പ്. RSPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. RSP ശാസ്താംകോട്ട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. തട്ടിപ്പ് നടത്തിയ തുക തിരിച്ചടയ്ക്കുക, ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും വൈസ് പ്രസിഡന്റിനെതിരെയും കേസെടുക്കുക, നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് അന്വേഷണം നേരിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടവനശ്ശേരി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇന്ന് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്കും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്കും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയുമോ എന്ന് ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു പൗരൻ ചോദിച്ചാൽ അതിന് നിങ്ങൾ എന്ത് ഉത്തരം പറയും? RSP മണ്ഡലം ലോക്കൽ നേതാക്കൾ പങ്കെടുത്തു. ഈ PSC മുഖേന നടക്കുന്ന സർവീസ് മൊത്തം നിയമനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം, 10 വർഷത്തെ ഒരു തുടർച്ചയായ അന്വേഷണം നടന്നാൽ നമുക്ക് മനസ്സിലാക്കും. ഈ ലിസ്റ്റിട്ടത് മൊത്തം DYFI-കാരന്റെ പേര് 1-ാം റാങ്കും അന്ന് താഴോട്ട് കരസ്ഥമാക്കിയിട്ടുള്ളത് CPM-കാരനാണ്. അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. വേറെ പാവത്തുകൾക്ക് അവിടെ എവിടെയോ താഴെ എങ്ങാനും കൊണ്ടിട്ട് പേരിന് വേണ്ടി 1-2 നിയമനം കൊടുത്തിട്ട് മറ്റേത് മൊത്തം ഇങ്ങനെ കൈക്കലാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണം. അതാണ് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ കടമനിട്ട കവിതാ പുരസ്കാരം സമ്മാനിച്ചു. CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. സമൂഹത്തിലെ അസംതൃപ്തികളെ കവിതകളിലൂടെ അവതരിപ്പിച്ച കവിയാണ് കടമനിട്ടയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സ്ഥലകാലങ്ങളെയും ഭാഷാഭേദങ്ങളെയും ഭേദിച്ചും അഭിനന്ദിച്ചുമാണ് കലയും സാഹിത്യവും വികസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കടമ്പനിട്ടയും PK ഗോപിയും സമൂഹത്തിൽ നിലനിൽക്കുന്ന അസംതൃപ്തികളെ നിരന്തരമായി കവിതയിലൂടെ അവതരിപ്പിച്ച കവികളാണെന്ന് CPIM ജനറൽ സെക്രട്ടറിയും കടമ്പനിട്ട ഫൗണ്ടേഷൻ ചെയർമാനുമായ MA ബേബി. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ കടമ്പനിട്ട കവിതാ പുരസ്കാരം PK ഗോപിക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലും ജീവിതത്തിലും തഴച്ചു വളരുന്ന തിന്മകൾക്കെതിരെ എന്നും നിലപാട് സ്വീകരിക്കാൻ കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥലകാലങ്ങളെയും ഭാഷാഭേദങ്ങളെയും ഭേദിച്ചുകൊണ്ടും അഭിനന്ദിച്ചുമാണ് കലയും സാഹിത്യവും വികസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളോടുള്ള എൻ്റെ അനുതാപം കാരണം ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഒരു ഇരട്ടി മധുരമാണ്. നമ്മുടെ പ്രിയ കവിയുടെ പേരിലുള്ള പുരസ്കാരം നമ്മൾ തന്നെ ഒരു പ്രിയ കവിക്ക് നമ്മൾ കൈമാറുകയാണ്. ഒരു കാര്യം മാത്രം, കടമ്പനിട്ടയിലെ ഏറ്റവും അവസാനത്തെ രചനകളിലൊന്ന് അത് ഹിന്ദിയിലെ ഒരു ചോദ്യം മാത്രമാണ്, ക്യാ എന്നാണ്. സാധാരണ ഇതുപോലെ കടമ്പനിട്ടയെ കൂടി അനുസ്മരിക്കുന്ന വേദികളിലൊക്കെ
എൻ്റെ കൈവശമുണ്ട്. എൻ്റെ സദ്യയിലുള്ള കുറേ കുറിപ്പുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു കവിത തെറ്റുകൂടാതെ അവിടെ അവതരിപ്പിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്നവർ ക്യാ എന്ന കടമരട്ടയുടെ ആ കവിത വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വായിക്കേണ്ടതാണ്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ PK ഗോപി ഏറ്റുവാങ്ങി. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വള്ളിക്കാവ് മോഹൻദാസ്, എക്സിക്യൂട്ടീവ് അംഗം PK ഗോപൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C സന്തോഷ്, RK ദീപ, ജില്ലാ സെക്രട്ടറി M സലീം, ജോയിന്റ് സെക്രട്ടറി B ശിവദാസൻ പിള്ള, താലൂക്ക് പ്രസിഡന്റ് P ഉഷാകുമാരി, സെക്രട്ടറി KP സജിനാഥ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പെരുമൺ തീവണ്ടി ദുരന്തത്തിന് 38 വർഷം. അഷ്ടമുടിക്കായലിന്റെ ആഴങ്ങളിൽ 105 പേരുടെ ജീവൻ നഷ്ടമായ ദുരന്തമുണ്ടായത് 1988 ജൂലൈ 8-നാണ്. കായലിന്റെ അഗാധതയിൽ ആണ്ടുപോയവരെ ഓർമ്മിക്കാൻ ഓർമ്മ ദിനത്തിൽ സ്മൃതി മണ്ഡപത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും രക്ഷാപ്രവർത്തകരും ഉൾപ്പെടെ ഒത്തുചേരും. (1988) ജൂലൈ 8-നാണ് രാജ്യത്തെ നടുക്കിയ പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായത്. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിന്റെ 10 ബോഗികളാണ് അഷ്ടമുടിയുടെ ആഴങ്ങളിലേക്ക് പതിച്ചത്. 105 പേർ അപകടത്തിൽ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. രാജ്യത്തെ നടുക്കിയ പെരുമൺ തീവണ്ടി ദുരന്തത്തിന് 38 വർഷം പിന്നിടുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അന്ന് 105 പേർ മരിക്കുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തമുണ്ടായി 38 വർഷം കഴിയുമ്പോഴും ദുരന്തത്തിന്റെ കാരണം ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റാണ് അപകടം വിതച്ചതെന്നാണ്. ആദ്യം റെയിൽവേ സേഫ്റ്റി കമ്മീഷണറായിരുന്ന സൂര്യനാരായണനും പിന്നീട് എയർ മാർഷൽ CS നായിക്കും അന്വേഷണ കമ്മീഷനായി നിയമിച്ചെങ്കിലും ഇരുവരും ഒരേ നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം ഇന്നേ വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ആദ്യം ഒരു റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ വന്നു. അദ്ദേഹം ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ആദ്യത്തെ പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹം പറഞ്ഞു റെയിൽവേ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ പെരുമൺ ദുരന്തം നടന്നത് എന്ന് പറഞ്ഞു. എന്ന് തന്നെയും അന്തിമ റിപ്പോർട്ടിൽ ഇവിടുന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ടൊർണാഡോ അഥവാ ചുഴലിക്കാറ്റ് പഴിചാരി അദ്ദേഹം പിന്മുറയിടുകയും ചെയ്തത്. ജനരോഷം ഉയർന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. റിട്ടയർഡ് എയർ മാർഷൽ CS നായിക് അദ്ദേഹവും റെയിൽവേയുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ടൊർണാഡോ ആണ് യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അന്ന് പെരുമൺ കായലിൽ ഒത്തിരി മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു, പണിയെടുത്തിരുന്നു. ഈ മണൽ വാരൽ തൊഴിലാളികളുണ്ടായിരുന്നു. ഈ കയർ വിരിക്കുന്ന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. അവിടെ ഒന്നും ഒരു ചകിരിനാര് പോലും ഈ കൊടുങ്കാറ്റിൽ പറന്നില്ല. ഒരു മത്സ്യബന്ധന വള്ളങ്ങളൊന്നും മറിഞ്ഞില്ല. ഈ ട്രെയിൻ ടൺ കണക്കിന് ഭാരമുള്ള ഈ ഐലൻഡ് എക്സ്പ്രസിൻ്റെ 10 ബോഗികൾ മാത്രം അട്ടമടിക്കായലിൽ മറിച്ചിട്ടു. വിരോധാഭാസി യക്ഷക്കഥകളെ പോലും വെല്ലുന്ന ഒരു കഥയാണ് ഈ സൂര്യനാരായണനും CS നായിക്കും ഇവിടെ സമർപ്പിച്ചത്. പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും ജീവൻ പണയം വെച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് അപകടത്തിൽപ്പെട്ട നിരവധി പേരെ രക്ഷപ്പെടുത്തിയത്. പെരുമൺ പാലത്തിന് സമീപം നിർമ്മിച്ച സ്മൃതി മണ്ഡപത്തിൽ വിവിധ സംഘടനകളുടെയും അനുസ്മരണ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തും. മരിച്ചവരുടെ ബന്ധുക്കളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരും അപകടം സംഭവിച്ചവരുമെല്ലാം ഓർമ്മ ദിവസം സ്മൃതി മണ്ഡപത്തിൽ ഒത്തുചേരും. പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 37 വർഷക്കാലം ഒരു കുടുംബവും കൂടാതെ തന്നെ അനുസ്മരിച്ചെടുക്കാൻ നടക്കുന്ന ഒരു അനുസ്മരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. പക്ഷേ ഞങ്ങൾ അന്ന് മുതൽ ഇപ്പം ഈ ഇടയ്ക്കാണ് മാത്രമാണ് കൊടുക്കാതിരിക്കുന്നത്. പ്രേമൻ സാർ MP ആയ പ്രേമൻ സാറിന് ഞങ്ങൾ നിവേദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ശൂന്യവേളയിൽ പാർലമെൻറ്റിൽ പല പ്രാവശ്യവും ഇത് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. റെയിൽവേ വിസ്മരിച്ചു പോയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ പറയുക, റെയിൽവേ ഒന്നും ഓർക്കാൻ താല്പര്യപ്പെടുന്നില്ല. റെയിൽവേയുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച ഒരു കുഴപ്പമാണെങ്കിൽ ഈ നഷ്ടപരിഹാരം ഇതൊന്നും 1 ലക്ഷം ഒന്നും പറ്റുന്നില്ല. വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ അവരിൽ നിന്നും ചെറു പോസ്റ്റ്മോർട്ടം നടത്താൻ അവർ താല്പര്യപ്പെടുന്നില്ല. എന്നാലും ഈ 38 വർഷം
ആചരിക്കുന്ന ഈ വേളയിലെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാരണം കൊണ്ടുവരാനുള്ള ബാധ്യത ഇന്ത്യൻ ഗവൺമെൻറ്റിനുണ്ട്, ഇന്ത്യൻ റെയിൽവേക്കുണ്ട്. 38ാം വാർഷികത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണം. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. KSRTCയുടെ പ്രിയദർശിനി സർവീസുകൾ സ്വകാര്യ ബസ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരോപിച്ചാണ് പണിമുടക്ക്. മധ്യവയസ്കന്റെ തലയടിച്ചു പൊട്ടിച്ചു. സംഭവത്തിൽ യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശി മുഹമ്മദാണ് പിടിയിലായത്. ആലപ്പാട് സ്വദേശി കൃഷ്ണകുമാറാണ് ആക്രമിക്കപ്പെട്ടത്. ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചത് നിർത്തിവെച്ചു. കായംകുളത്താണ് ജോലികൾ നിർത്തിവെച്ചത്. നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.